മീഡിയാടെക് ഡിമെൻസിറ്റി 8350 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 8300 എന്ന പ്രോസസ്സറിന്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് ഇത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയാടെക് ഡിമെൻസിറ്റി 8350 എന്ന പ്രോസസ്സറിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് TSMCയുടെ 4nm പ്രോസസ്സറാണ്. പിന്നെ CPU കാര്യത്തിൽ ഇതിൽ 3.35 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A715ന്റെ 4 പെർഫോമൻസ് കോറുകളാണ് വരുന്നത്. ഇത് കൂടാതെ കോർട്ടെക്സ് A510യുടെ 4 എഫിഷ്യൻസി കോറുകളും വരുന്നുണ്ട്. ഇപ്പോൾ CPU കാര്യത്തിൽ പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4% ബെറ്റർ ആയിട്ടുള്ള സിംഗിൾ കോർ പെർഫോമൻസും അതുപോലെ തന്നെ 13% ബെറ്റർ ആയിട്ടുള്ള മൾട്ടി കോർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ GPUയുടെ കാര്യത്തിൽ മാലി G615 M6Xന്റെ GPU ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു പറയേണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റാർ സ്പീഡ് എഞ്ചിൻ ഉണ്ട് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അത് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് തരുന്നതായിരിക്കും. അപ്പം 24% ഫാസ്റ്റ് ആയിട്ടുള്ള സീൻ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ 10% പവർ കൺസംഷനും കുറവായിരിക്കും. അപ്പം അതാണ് ഇതിൽ വരുന്ന ഒരു അപ്ഗ്രേഡ് എന്ന് പറയാനുള്ള ഒരു മെയിൻ കാര്യം. അപ്പം മീഡിയാടെക് ഡിമെൻസിറ്റി 8300 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ CPUയുടെയും GPUയുടെ കാര്യത്തിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർ സ്പീഡ് എഞ്ചിൻ എന്നുള്ള ഒരു പുതിയൊരു കാര്യമൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ LPDDR5Xന്റെ റാം വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 8533 MB/s വരെ ക്ലോക്ക് ചെയ്യുന്ന LPDDR5Xന്റെ റാം ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരെയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൽ മീഡിയാടെക്കിന്റെ NPU 780 ആണ് വരുന്നത് എക്ക് വേണ്ടിയിട്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 180 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Quad HD+ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഡ്യുവൽ ഡിസ്പ്ലേയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഇമാജ് Q980യുടെ ISP ആണ് വരുന്നത്. 14-bit HDR ISP ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ 320 MP ക്യാമറ സെൻസർ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ 32+32+32 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 4K 60 FPS വീഡിയോ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബ്ലൂടൂത്ത് 5.4ന്റെ സപ്പോർട്ട് വരെ ഇതിൽ വരും. Wi-Fi 6ന്റെ സപ്പോർട്ട് ഇതിലുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഡൗൺലോഡ് സ്പീഡ് വരുന്നത് 5.17 GB/s വരെയാണ്. സബ് 6 GHz വരുന്ന 5Gന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ ഇപ്പം പഴയ മീഡിയാടെക് ഡിമെൻസിറ്റി 8300 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു അപ്ഗ്രേഡ് ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും മൈനർ ആയിട്ടുള്ള ചെറിയൊരു അപ്ഗ്രേഡ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഏതൊക്കെ ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ വരിക എന്ന് വെച്ചാൽ ഇപ്പം അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള Oppo Reno 13 അതുപോലെ തന്നെ Oppo Reno 13 Pro എന്നീ ഫോണുകളിലൊക്കെ ഈ ഒരു പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ Oppo Pad 3 എന്നുള്ള ഒരു ടാബ്ലറ്റും ഇപ്പം അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനീസ് മാർക്കറ്റിൽ. അതിലും ഈ ഒരു പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ഫോണുകളിൽ വരുമോ എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മിക്കവാറും ബാക്കി ബ്രാൻഡുകളും ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന അവരുടെ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 8300 എന്ന പ്രോസസ്സറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു അപ്ഗ്രേഡ് ആണ് ഈ ഒരു മീഡിയാടെക് ഡിമെൻസിറ്റി 8350 എന്ന പ്രോസസ്സർ. ഭയങ്കര വലിയൊരു അപ്ഗ്രേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലായിരിക്കും ഈ ഒരു പ്രോസസ്സർ കാണുക എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ് നമുക്ക് ഒരു 22,000 രൂപയെങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് തിരക്കില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ചില ഓഫ്ലൈൻ ഫോൺസിലൊക്കെ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഒരു പ്രോസസ്സർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പം വില ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയും എത്തിയേക്കാം. അപ്പം മീഡിയാടെക് ഡിമെൻസിറ്റി 8350 എന്ന പുതിയൊരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.